എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ആ ദുർമന്ത്രവാദി പോലത്തെ ആളെയാണ് കാണിക്കുന്നത്. അയാളാണെങ്കിൽ അയാളുടെ കയ്യിലുള്ള കുറച്ച് പൈസ ഒരാൾക്ക് കൊടുത്തിട്ട് അയാളുടെ അടുത്ത് നിന്ന് ഒരു പെട്ടി മേടിക്കുകയാണ്. ആ പെട്ടി നമുക്ക് കാണുമ്പോൾ അറിയാം കുറെ പൂട്ടൊക്കെ വെച്ച് പൂട്ടിയിട്ടുള്ള ഇങ്ങനെ സ്ട്രോങ് ആക്കി വെച്ചിരിക്കുന്ന ഒരു പെട്ടിയാണ്. ആൻഡ് ആ പെട്ടിക്കകത്ത് ഒരു ഡീമൺ ആണ് കേട്ടോ. ദെൻ ഇയാൾക്ക് എന്താണ് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ദെൻ ഇയാൾ ഈ സാധനം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുന്നുണ്ട്. സംഭവം പണ്ട് കാലത്ത് ഈ ഭൂമിക്ക് സമാധാനം നഷ്ടപ്പെട്ട സമയത്ത് ഒരു വാരിയർ ഉണ്ടായിരുന്നു. അയാൾ വന്നിട്ട് ഇങ്ങനെ ഈ എതിർത്ത് നിൽക്കുന്ന ശക്തികളോടൊക്കെ യുദ്ധം ചെയ്തിട്ട് അവരെല്ലാം കൊല്ലുവാണ്. അങ്ങനെ ഇവരുടെയൊക്കെ രക്തം ഈ ഒരു ഭൂമിയിൽ വീണിട്ടുണ്ടല്ലോ. സോ ഭൂമിയിൽ നല്ല വൃത്തിക്ക് സമാധാനത്തിൽ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഈ സാധനങ്ങളെല്ലാം റീബോൺ ചെയ്യുവാണ്. ആൻഡ് ഇതിന് പറയുന്നൊരു പേര്, ഇത് നേച്ചറായിട്ട് തന്നെ അതിങ്ങനെ കൊളാബല്ല, ഈ പ്രകൃതിയിലൂടെ തന്നെ ചേർന്നിട്ട് ഇതിങ്ങനെ ജനിച്ചു വരുവാണ് ചെയ്യുന്നത്. സോ ഇതിന് പേര് പറയുന്നത് ക്വിലോങ്, അങ്ങനെ പറഞ്ഞിട്ടൊരു നെയിമിലാണ് ഇത് അറിയപ്പെടുന്നത്. സോ അവിടെ കൊണ്ട് ആ ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ തീരുവാണ്. ആൻഡ് നമ്മുടെ ഇയാളാണെങ്കിൽ എന്താ ഇതിനെയും കൊണ്ട് അയാളുടെ സ്ഥലത്തെത്തുന്നു, അതായത് ഈ ദുർമന്ത്രവാദി. ഇയാൾ അവിടെ വന്നിട്ട് കുറെ റിച്വൽസ് ഒക്കെ ചെയ്യുവാണ്. ആൻഡ് ഇതിന്റെ ഓരോരോ പൂട്ടായിട്ട് അയാൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇയാൾ പറയുന്നുണ്ട്, ലോർഡ് നിങ്ങൾക്ക് ഞാൻ സ്വാതന്ത്ര്യം, ഫ്രീഡം മേടിച്ച് തരുവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഇതെല്ലാം പൊട്ടിക്കുന്നത്. ആൻഡ് അയാളുടെ കൈയെല്ലാം മുറിച്ച് ചോരയൊക്കെ മുഖത്തൊക്കെ ആക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് പേര് ബലി കൊടുക്കാനാണെന്ന് തോന്നുന്നു. അയാളുടെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ അവിടെ നിർത്തിയിട്ടുമുണ്ട്. അങ്ങനത്തെ റിച്വലൊക്കെ ചെയ്ത് ഇതിനെ പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുവാണ്. ഇവിടെ മാറിയിട്ട് നമ്മളെ കാണിക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ നിറനെയും ആ ഒരു സിസ്റ്റർ ഉണ്ടല്ലോ അവർ രണ്ടുപേരും, അതായത് നിറന്റെ വീട്ടിലേക്ക് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അവർ രണ്ടുപേരും ഇങ്ങനെ പുറത്തിരുന്ന് ഇങ്ങനെ നോക്കുവാണ് ആകാശത്തേക്ക്. അപ്പം കഴിഞ്ഞ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത് തന്നെ അങ്ങനെയായിരുന്നു, ആകാശത്തിന്റെ മട്ടും ഭാവവും എല്ലാം മാറി നിൽക്കുന്ന ഒരു രൂപം കാണിച്ചുകൊണ്ട്. ആൻഡ് ഇവിടുന്ന് നമ്മുടെ നിറം പറയുന്നുണ്ട്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമുക്കിത് ശരിയാക്കാൻ പറ്റുമെന്ന്? കാരണം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ആ ഒരു ശക്തി അതെന്ന് പറഞ്ഞാൽ നമ്മളുടെയൊക്കെ ഇരട്ടിയുടെ ഇരട്ടി ശക്തിയാണ്, നമ്മളെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ലെന്ന്. അന്നേരം ഈ പുള്ളിക്കാരത്തി തിരിച്ചു പറയുവാണ്, അതായത് നമ്മളെ വൂന്ന് വിളിക്കുന്നത് വെറുതെ അല്ല, നമ്മൾ ഇതിനെതിരെ തടഞ്ഞു നിൽക്കണം, നമ്മൾ നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യണം, അതുകൊണ്ടാണ് നമ്മൾ വൂന്നുള്ള പേരിൽ അറിയപ്പെടുന്നതെന്ന്. അപ്പൊ നമ്മൾ നിറം പറയുന്നുണ്ട്, നിങ്ങളും തുടങ്ങിയോ ഈ ഫാന്റസി ആയിട്ട് ചിന്തിക്കാൻ? ഈ വൂന്നുള്ള പറയുന്ന സാധനം നമ്മൾ വൂ ഒന്നും അല്ല. അപ്പൊ ഈ പെണ്ണുങ്ങൾ തിരിച്ച് നിറനോട് ചോദിക്കുന്നുണ്ട്, നീ വൂ അല്ലേ, പിന്നെ നീ ആരാണെന്ന്. എന്നിട്ട് ഈ നിറനാണെങ്കിൽ ഈ പെണ്ണുങ്ങളെ നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ആ ഒരു സീൻ അവിടെ കട്ട് ചെയ്യുവാണ്. അടുത്ത സീനിൽ നമ്മൾ പീറ്റിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ പീറ്റ് ആണെങ്കിൽ എന്താണ് വൂ അല്ലെങ്കിൽ എന്താണ് ഈ നേച്ചർ ശക്തികൾ എന്നൊക്കെ അറിഞ്ഞേ തീരും എന്നുള്ള രീതിയിൽ ഗൂഗിളിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ നമ്മളെയും കാണിക്കുന്നുണ്ട്. ഇതിനൊരു പേര് പറയും ഈ നേച്ചറിന്റെ ആ ഒരു ശക്തിക്ക്. ആൻഡ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ശ്വാസമാണ് ഈ ക്ലൗഡ്സും വിൻഡ് എന്നൊക്കെ പറയുന്നത്. ആൻഡ് ഓൾസോ അതിൻ്റെ സൗണ്ടാണ് ഈ തണ്ടറിൻ്റെ സൗണ്ട്, അതായത് ഇടി മിന്നൽ ഇതൊക്കെ അതിൻ്റെ സൗണ്ടായിട്ട് വരും. അതിൻ്റെ കണ്ണുകളാണ് സൂര്യനും ചന്ദ്രനും. ആൻഡ് ഓൾസോ അതിൻ്റെ ബ്ലഡ് ഒഴുകുന്നതാണ് റിവേഴ്സ്, അതായത് നേച്ചറിനെ ഒരു ശക്തിയായി ആ രീതിയിൽ ഇങ്ങനെ കാണിക്കുവാണ്. ആൻഡ് ഇതുപോലത്തെ ഉള്ള ശക്തികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഒരൊരാളേ ഉള്ളൂ, ഒറ്റൊരാളെന്നല്ല ഒരു കൂട്ടം ആൾക്കാരേ ഉള്ളൂ, അവർക്ക് പറയുന്ന പേരാണ് വൂ. അപ്പൊ എന്താണ് വൂ എന്ന് നമ്മുടെ പേറ്റിന് മനസ്സിലാവുന്നുണ്ടേ. ഇതിന് ശേഷം നമ്മളെ കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ നിറനെയാണ്. നിറനാണെങ്കിൽ നിറന്റെ പുതിയൊരു ക്ലയന്റിനെ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ അവർക്കും എന്തോ ഇതുപോലത്തെ ശക്തികൾ വെച്ച് പ്രശ്നമുണ്ട്. അപ്പൊ നമ്മുടെ നിറൻ ഇവരോട് പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, കുറച്ച് ടഫായിട്ടുള്ള റിച്വൽസ് എല്ലാം കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ പറഞ്ഞുകൊണ്ട്, നിങ്ങളൊരു വൂ അല്ല, നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന്. അപ്പൊ ഇവൻ പറയുന്നു, വൂ എന്ന് പറഞ്ഞാൽ ഒരു ഓർഡിനറി മാനാണ്, അല്ല നിങ്ങൾ പറയുന്ന പോലെ സൂപ്പർമാൻ ഒന്നും അല്ല, സോ എനിക്കും ചെയ്യാൻ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നു. അപ്പൊ ഇവർ പറയുന്നു, എന്താണെങ്കിലും നിങ്ങളൊന്ന് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ നിറം തിരിച്ചു പറയുന്നുണ്ട്, ഇത് കുറച്ച് ശക്തി കൂടിയ സാധനമാണ്, ഇതിന്റെ കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അനുഭവിക്കേണ്ടി വരുമെന്ന്. അപ്പൊ ആക്ച്വലി അതിൽ ഏതോ ഒരാൾക്ക് എന്തോ പ്രശ്നമുള്ളൂ, അപ്പോൾ രണ്ടുപേരും കൂടെ അനുഭവിക്കണം. അപ്പൊ ഇവരെന്താക്കുന്നത്, ഇത് ഹസ്ബൻഡും വൈഫാന്ന് തോന്നുന്നു, ഇവരിങ്ങനെ കൈ കോർത്ത് പിടിക്കുന്നുണ്ട്. ആ ടൈമിൽ നിറഞ്ഞത് നോക്കുന്നുണ്ട്. എന്നിട്ട് ആ വൈഫ് പോലത്തെ ആള് പറയുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിലും ഇതുപോലെ ഒരാൾ കടന്നു വരും, കറക്റ്റ് സമയമാകുമ്പോൾ നിങ്ങൾക്ക് അത് വന്നിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. അത് പറയുമ്പോൾ നമ്മുടെ കറക്റ്റ് നമ്മുടെ പീറ്റ് ആണെങ്കിൽ ആ ഒരു കഫേയിലേക്ക് കയറി വരുവാണ്. ആൻഡ് നമ്മുടെ നിറൻ ഇത് നോക്കുന്നുണ്ട്. ആ ടൈമിൽ നമുക്കിത് റൊമാൻറ്റിക് സീനായിട്ട് തോന്നുമെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മുടെ നിറന്റെ മൈൻഡിലോ അല്ലെങ്കിൽ നിറന്റെ മുഖം മാറുന്ന നമുക്ക് കാണാൻ പറ്റും, പണ്ടാരക്കാലിന് ഇവിടെ എന്നെ അന്വേഷിച്ച് വന്നല്ലോ എന്നുള്ള രീതിയിൽ. ആൻഡ് നമ്മുടെ നിറൻ ഇവരോട് അധികം നിങ്ങൾ റൊമാൻറ്റിക് ആയിട്ട് പറയേണ്ട എന്നുള്ള രീതി പറഞ്ഞു വിടും, ഞാൻ കാര്യത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇമെയിൽ ആയിട്ട് അയക്കാം, നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് സ്ഥലം വിട് എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുവാണ്. എന്നിട്ട് നമ്മുടെ നിറനാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കുമ്പോൾ നമ്മുടെ പീറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നിറം ചോദിക്കുവാണ് പീറ്റിനോട്, എടാ നീ എന്തിനാ എന്നെ ഇങ്ങനെ സ്റ്റാൾക്ക് ചെയ്തുകൊണ്ട് നടക്കുന്നതെന്ന്. അപ്പോൾ പീറ്റ് പറഞ്ഞു, സ്റ്റാൾക്കിങ് ഒന്ന് പോയായിരുന്നു, നിങ്ങളല്ലേ എനിക്ക് അഡ്രസ്സ് അയച്ചു തന്നെയെന്ന്. അപ്പം നീ എന്നെ വിളിച്ച് അലമ്പാക്കിയോണ്ടല്ല ഞാൻ നിനക്ക് അഡ്രസ്സ് അയച്ചു തന്നെ, അല്ലെങ്കിൽ ഞാൻ അഡ്രസ്സ് അയച്ച് തരത്തില്ലായിരുന്നു, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പീറ്റ് പറയുന്നു, ദയവേത് ജീവിക്കാനുള്ള കൊതി കൊണ്ട് ചോദിക്കുമോ, ഈ പണ്ടാര സാധനത്തിന് എൻ്റെ മേത്തുനിന്ന് ഒന്നെടുത്ത് കളാം, എനിക്ക് പേടിയാവുന്നു ഇതിനെ കൊണ്ട് ജീവിക്കാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നിറം പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോനെ, പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് കാര്യമില്ല ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാലും പറയുക ഇതെൻ്റെ കഴിവുകൾക്ക് അപ്പുറമാണ്, എനിക്ക് ഇതിനെ
കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അന്നേരം നമ്മുടെ പീറ്റ് ചോദിക്കുന്നുണ്ട്, നീ ഒരു വൂവല്ലേ? അപ്പൊ നമ്മുടെ നിറം പറയുന്നത്, എന്നെ വൂന്ന് വിളിക്കുന്ന ആദ്യം ഒന്ന് നിർത്ത്. അപ്പൊ പീറ്റ് ചോദിക്കുന്നുണ്ട്, നിന്നെ വൂനെ പിന്നെ മൂന്നല്ലാണ്ട് പിന്നെ വേറെ എന്തെങ്കിലും വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നിറൻ ഇങ്ങനെ പീറ്റിനെ നോക്കിക്കൊണ്ട് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. അപ്പൊ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സെന്റൻസ് ആണ് നമ്മളെ കേൾപ്പിക്കുന്നത്, യു ആർ നോട്ട് എ വൂ എന്ന് പറഞ്ഞിട്ട്. അതായത് ഫ്ലാഷ് ബാക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞു നിറൻ കൂട്ടുകാരുടെ കൂടി ഇരുന്ന് ചീട്ട് കളിക്കുവാണ്. അപ്പൊ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നിറൻ അങ്ങനെ ജയിക്കുവാണ്. കറക്റ്റ് ആ ടൈമിൽ നിറന്റെ മുത്തച്ഛൻ വരുന്നുണ്ട്. ആ നിറനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോനെ നമ്മളിത് ചെയ്യാൻ പാടില്ല, നമ്മളിങ്ങനെ ചെയ്യുന്നത് നേച്ചറിനെതിരാണ്. കാരണം ഇവരുടെ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പീപ്പിൾ അല്ലേ, ഇവരിത് ചെയ്യുന്നത് നേച്ചറിനായിട്ടുള്ള ശക്തികൾക്ക് എതിരാണ്, പൈസയൊക്കെ വെച്ച് കളിക്കുന്നല്ലേ, അതൊന്നും ശരിയല്ല എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു നിറം പറയുവാണ്, എനിവേ ഞാൻ ജയിച്ചല്ലോ, കള്ളത്തരൊന്നും കാണിച്ചില്ലല്ലോ, ഭാഗ്യം കൊണ്ട് തന്നെ ജയിച്ചത്. അപ്പൊ എനിക്ക് ഇതിനർത്ഥം എനിക്ക് ഭാഗ്യം ഉണ്ടെന്ന്. സോ നേച്ചർ എന്താണ്, എന്നോട് എന്റെ കൂടെ സന്തോഷമാണല്ലോ, അങ്ങനെയാണല്ലോ ഞാൻ ജയിച്ചത്. അപ്പൊ അത് നേച്ചർ എന്നോട് തെറ്റാന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ ഈ അപ്പച്ചൻ പെട്ടെന്ന് ദേഷ്യം വരുവാണ്. അതായത് ഇങ്ങനൊന്നും അല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ ചുമയ്ക്കുവാണ്. ആ ടൈമില് പ്രായമായ മനുഷ്യരല്ലേ, ആ ടൈമില് നമ്മുടെ നിറം പറയുവാണ്, എനിവേ വലുതായി കഴിഞ്ഞാൽ ഞാനൊരു മൂവായി മാറും, അപ്പൊ ഞാൻ ഈ നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യും, അതുകൊണ്ടായിരിക്കും നേച്ചർ ചിലപ്പോൾ ഒരു ഫേവർ ആയിട്ട് എന്നെ ഇങ്ങനെ ജയിപ്പിച്ചെന്ന് പറയുന്നു. മുത്തശ്ശൻ പറയുന്നു, നേച്ചറിന് അങ്ങനെ ഫ്രണ്ട്സ് ഒന്നുമില്ല, അത് എല്ലാവരും ഒരേപോലെയാണ് കണക്കാക്കുന്നത് എന്നും പറയുന്നുണ്ട്. ആ ടൈമിൽ ഓൾസോ പറയുന്നുണ്ട്, നീ ഒരിക്കലും ഒരു വൂ അല്ല, നീ ഒരു വൂ ആവാനും പോകുന്നില്ല എന്ന്. അവിടുന്ന് കട്ട് ചെയ്ത് നേരെ പ്രസന്റിലേക്കാണ് വരുന്നത്. നമ്മുടെ നിറനാണെങ്കിൽ ഫോണിൽ ഗെയിം കളിക്കുകയും വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കറങ്ങുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, അവന് വേറെ പണിയൊന്നുമില്ല, അതായത് ഫുള്ളൊരു ഒറ്റപ്പെടലാണ്. ആ ടൈമിൽ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുന്നുണ്ട്. അതായത് നിറനാണെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റിട്ട് നോക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ മരിച്ചു പോയിട്ടുണ്ട്. അതായത് ഫ്ലാഷ് ബാക്ക് കുട്ടി നിറനാണ്. ആ മുത്തശ്ശനെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോൾ മുത്തശ്ശൻ എഴുന്നേൽക്കുന്നില്ല. ആൻഡ് പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ മരിച്ചു എന്ന് കാണിച്ചിട്ട് നമ്മളെ ഫ്ലാഷ് ബാക്ക് എൻഡ് ചെയ്ത് തിരിച്ചു വരുന്നുണ്ട്. ആ ടൈമിൽ നമ്മളെ കാണിക്കുന്നത് നമ്മളുടെ നിറൻ ആർക്കും ഒരാൾക്ക് മെസ്സേജ് അയക്കുന്നതായിട്ടാണ്, ഫ്രീ ആണോ നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ എന്ന്. ദെൻ അവിടെ കൊണ്ട് ആ സീൻ കട്ട് ചെയ്യുവാണേ. അടുത്ത സീനിൽ നിറനും പീറ്റും കൂടെ ഒരു ബാറിൽ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അതായത് നിറം മെസ്സേജ് അയച്ചിരുന്നത് പീറ്റിന് തന്നെയായിരുന്നു. ദെൻ ഇവരോട് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പീറ്റാണെങ്കിൽ പീറ്റിന്റെ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതിനെ എങ്ങനെ എന്റെ മേത്തിൽ നിന്ന് എടുത്ത് കളയും, എന്റെ ദൈവമേ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാടാ എന്ന രീതിയിൽ. അപ്പൊ നമ്മുടെ നിറന് ദേഷ്യം വരും. നിറം പറയുന്നത്, നീ എന്റെ ഫ്രണ്ട് എന്ന് വിളിച്ചിട്ട് നീ എന്തൊരു സെൽഫിഷ് ഫ്രണ്ടാന്ന്, എപ്പൊ നോക്കിയാൽ നിന്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, നിനക്ക് രക്ഷപ്പെടണം, നിനക്ക് രക്ഷപ്പെടണം. ആ ടൈമിൽ അവിടെ പീറ്റ് പറയുന്നുണ്ട്, ഞാൻ പിന്നെ എന്റെ കാര്യമല്ലാണ്ട് ഞാൻ പിന്നെ ആരുടെ കാര്യമാണ് പറയേണ്ടത്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷെ നിനക്കൊന്നും പറയാൻ നീ റെഡിയല്ല. കുറെ നേരം ഞാൻ ഇവിടെ വന്ന് ആട്ടം കാണുന്ന കണക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു, നീ ഒന്നും പറയുന്നില്ല, സോ അതുകൊണ്ട് ഞാൻ എന്താ എന്റെ കാര്യം പറഞ്ഞു എന്ന് പറയുന്നു. അപ്പൊ നിറം പറയുന്നുണ്ട്, എനിക്ക് പറയാനൊന്നും ഇല്ല, പിന്നെ ഞാൻ എന്താ പറയണ്ടേ. അപ്പൊ പീറ്റ് പറയുന്നു, ഞാൻ അത്ര പൊട്ടനൊന്നും അല്ല, നിന്നെ കണ്ടാൽ അറിയാം, നീ പാതിരാത്രി എന്നെ ഇവിടെ വിളിച്ച് വരുത്തിയിരിക്കണമെങ്കിൽ നിന്റെ മനസ്സിൽ എന്തോ നിന്നെ അലട്ടുന്നുണ്ട്, നീ അത് പറ, ഞാൻ കേൾക്കാൻ റെഡിയാണെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ നിറം പറയുന്നുണ്ട്, എനിക്കൊന്നും പറയാനില്ല, എൻ്റെ മൈൻഡിലും ഒന്നുമില്ല, എനിക്ക് ജസ്റ്റ് കുറച്ച് സമാധാനത്തിൽ ഇരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ, നിനക്ക് അത് പറ്റുമോ, ഇല്ലെങ്കിൽ എഴുന്നേറ്റ് പൊക്കോ എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ പീറ്റ് പറയുന്നുണ്ട്, ഓ ആയിക്കോട്ടെ അമ്പ്ര, ഞാൻ മിണ്ടാണ്ടിരുന്നോളാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പീറ്റ് അവിടെ മിണ്ടാണ്ടിരിക്കുന്നു. ആ ടൈമിൽ നമ്മുടെ നിറന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. കോൾ ആരാന്ന് വെച്ചാൽ മറ്റേ പുള്ളിക്കാരത്തിയാണ് വിളിക്കുന്നത്, അന്ന് വീട്ടിലേക്ക് വന്ന്. നിറനാണെങ്കിൽ കോൾ എടുക്കാണ്ട് അതിങ്ങനെ നോക്കിയിട്ട് അവിടെ തന്നെ വെക്കുന്നു. അപ്പൊ പീറ്റ് ചോദിക്കുന്നുണ്ട്, ആരാടാ നിന്റെ ഗേൾ ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നിറം പറയുന്നുണ്ട്, അല്ല എന്റെ ചേച്ചിയാന്ന് പറയുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ പീറ്റ് ചോദിക്കുന്നുണ്ട്, ചേച്ചിയോ, നിനക്ക് ചേച്ചി ഉണ്ടായിരുന്നോ? ആഹാ എനിക്ക് അനിയത്തിയുണ്ട്, ഞാൻ നിന്നോട് എന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നീ എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നിറം പറയുന്നുണ്ട്, അതിന്റെ ഒറിജിനൽ ചേച്ചി ബയോളജിക്കൽ സിസ്റ്റർ ഒന്നും അല്ല, ഞങ്ങൾ ചെറുപ്പം തൊട്ടേ നല്ല ക്ലോസ് ആണ്, പുള്ളിക്കാരത്തിന്റെ അനിയനെ പോലെയാണ് കാണുന്നത്, സോ അതുകൊണ്ട് ഞാൻ പുള്ളിക്കാരത്തിനെ ചേച്ചീനെ പോലെ കാണുന്നു, അങ്ങനെ ഒരു സിസ്റ്റർ ആണെന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ പീറ്റ് പറയുന്നു, ഓ പിന്നെ നീ എന്താ കോൾ എടുക്കാത്തെ? അപ്പൊ പറഞ്ഞു, അത് ഒരു സമാധാനക്കേടാണ്, അത് കോൾ എടുത്താൽ ശരിയാവത്തില്ല, പുള്ളിക്കാരത്തി എപ്പോൾ എന്നെ കാണാൻ വന്നാലും ഓരോ വള്ളിക്കേസുമായിട്ടാണ് വരല്, സോ ഈ ഒരു വിളിക്കുന്നതിന്റെ ഉദ്ദേശം അത് തന്നെയാണ്, എനിക്കിപ്പോൾ എൻ്റെ സമാധാനമാണ് പ്രധാനം, അതുകൊണ്ട് അത് എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നു. അപ്പൊ പെട്ടെന്ന് നമ്മുടെ പീറ്റ് പറയാണ്, എടേ എന്തൊരു വഴുക്ക സ്വഭാവമാടാ നിൻ്റെത്, ഒന്നുമില്ലെങ്കിലും പുള്ളിക്കാരത്തേക്ക് നിന്നിൽ എന്തെങ്കിലുമൊക്കെ വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ നിന്നെ വിളിക്കുന്നത്, അതൊക്കെ എനിക്കൊരു അനിയത്തി ഉണ്ട്, ഓളെ കണ്ടി ഞാൻ പക്ക യൂസ്ലെസ് ആണ്, ഞാൻ എന്തൊക്കെ നല്ലത് ചെയ്യാൻ നോക്കിയാലും അവൾക്കത് ഒന്നും ഒരു ഗുണമില്ല, ആ ടൈമിൽ നിന്റെ ചേച്ചി നിന്നെ ഇത്രയെങ്കിലും വിശ്വസിക്കുന്നില്ലേ, കോൾ എടുത്ത് സംസാരിക്കടേ എന്ന് പറയുന്നുണ്ട്. ആൻഡ് നമ്മുടെ നിറം പറയുന്നുണ്ട്, ആ പിന്നെ നീ നിന്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് വന്നു. അപ്പൊ പീറ്റ്, ഓ ഈ പണ്ടാരത്തിനോടൊന്നും മിണ്ടാനും പറ്റത്തില്ല എന്ന രീതിയിൽ നമ്മുടെ പീറ്റയുടെ മിണ്ടായിരിക്കുകയാണ്. ദെൻ അവിടെ സീൻ കട്ട് ചെയ്തിട്ട് അടുത്തത് കാണിക്കുന്നത് ഇവർ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ പീറ്റാണെങ്കിൽ കുറച്ച് ഓവറായേ കുടിച്ചിട്ട്, ആൻഡ് ഒരു ടാക്സി വിളിച്ചിട്ട് ടാക്സി നിർത്തി ആൻഡ് അവിടെ കയറാൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ
പീറ്റി നിറൻ്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് സോറി, ഞാൻ നിന്നെ ഒരുപാട് ഫോഴ്സ് ചെയ്യുന്നുണ്ടെന്നറിയാം, എനിക്ക് ഇതിനെ കൊണ്ട് നടക്കാൻ പേടിയായിട്ടാണ്. അതായത് എൻ്റെ കണ്ണിൽ നീ ഒരു വൂ എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് നീ ഇത്ര സാധനത്തൊക്കെ പിടിക്കുന്നതൊക്കെ കണ്ടു, ഓൾസോ നീ വൂ ആണെന്നും കൂടെ അറിഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചത് ഭയങ്കര ഒരു സംഭവമാണ്, ഒരു സൂപ്പർ ഹീറോ പോലെയാണ് നീ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, സോറി നിനക്കത് വിഷമമായിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നിറനും ഒരു സന്തോഷമാവുന്നു, കാരണം അവന് കാര്യങ്ങൾ മനസ്സിലായല്ലോ എന്ന് ഓർത്തിട്ട്. എന്നിട്ട് ഇവർ ബായി എല്ലാം പറഞ്ഞ് പിരിയുന്നുണ്ട്. ആ ടൈമിൽ നിറനിപ്പോൾ തന്നെയുള്ള നിറൻ്റെ വീട് അടുത്താന്ന് പറഞ്ഞാൽ നിറം നടന്നു പൊക്കോളാന്ന് പറഞ്ഞു. ആ ടൈമിൽ ബൈക്കിൽ കുറച്ച് പിള്ളേർ വന്നിട്ട് ഒരു പോസ്റ്റർ പോലത്തെ സാധനം, നോട്ടീസ് ഇങ്ങനെ നിറൻ്റെ അടുത്തേക്ക് ഇങ്ങനെ എറിഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പം നിറനാണെങ്കിൽ ആ നോട്ടീസ് എടുത്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അതിൽ നമ്മുടെ ആ ഒരു മിനിസ്റ്ററിനെ പറ്റിയാണ് കാണിക്കുന്നത്. ദെൻ ആ നിറനാണെങ്കിൽ ആ ഒരു നോട്ടീസിലോട്ട് നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് അവിടെ ആ സീൻ കട്ട് ചെയ്യുവാണ്. വേറൊരു വശത്ത് നമ്മളെ കാണിക്കുന്നത് മറ്റേ ദുർമന്ത്രവാദി പോലത്തെ ആള് വീണ്ടും കുറെ റിച്വൽസ് ഒക്കെ ചെയ്തിട്ട് ആ ശക്തിനെ പുറത്തെടുക്കാൻ നോക്കുവാണ്. ആൻഡ് അയാൾ കുറെ, അതായത് ഇത് നമ്മുടെ വില്ലന്റെ ആളായിട്ട് വർക്ക് ചെയ്യുന്നതാണല്ലോ ഈ ദുർമന്ത്രവാദി. ആൻഡ് വില്ലന്റെ കുറെ അസിസ്റ്റൻസിനെ ഗുണ്ടകളെല്ലാം പിടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് അവരെയൊക്കെ എന്തോ ബലി കൊടുത്തിട്ടാന്ന് തോന്നുന്നു, ഈ ഡീമൺ അവരെയൊക്കെ വേണം, അത് കൊടുത്തിട്ടാണ് തിരിച്ചെടുക്കുന്നത്. ആൻഡ് നമ്മുടെ ദുർമന്ത്രവാദി ഇയാളുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി ആൾക്കാരെ കൊടുത്താൽ ഡീമൺ നല്ല പവർ കിട്ടും, അതുകൊണ്ട് തന്നെ നമുക്കൊരു ഉപകാരമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ദെൻ അവിടുന്ന് കട്ട് ചെയ്ത് നമ്മളെ കാണിക്കുന്നത് ആ ഒരു മിനിസ്റ്ററിനെയാണ്. സംഭവം ഇവിടെ എന്താ നടന്നതെന്ന് വെച്ചാൽ ആ ഒരു മിനിസ്റ്ററിന്റെ സിബിലിങ്, അതായത് അനിയനോ ചേട്ടനോ ആരോ ആണ് നമ്മുടെ ഗുണ്ട എന്ന് പറയുന്നത്. ഇയാൾക്ക് ആ മിനിസ്റ്ററിന്റെ പദവി വേണം. സോ അതിനു വേണ്ടിയിട്ടാണ് ഇയാൾ ഈ പരിപാടിയെല്ലാം കാണിക്കുന്നത്. ന്യൂസ് റിപ്പോർട്ട്സിലെല്ലാം ഉണ്ടല്ലോ നമ്മുടെ ഈ മിനിസ്റ്ററിന്റെ കാര്യം തന്നെയാണ്. അതിന് ഇവൻ എന്താ ഈ പരിപാടി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ യാവോ നേരത്തെ കയറ്റി വിട്ടില്ലേ ശരീരത്തോട്ടും ഒരു കൂടോത്രം പോലത്തെ സംഭവമില്ലേ, അതുപോലത്തെ സംഭവം കുറച്ച് മനുഷ്യന്മാരിലേക്ക് കയറ്റി വിടും. എന്നിട്ട് കയറ്റി വിട്ടിട്ട് ഈ മനുഷ്യന്മാർ പോയിട്ട് എന്ത് ചെയ്യും, ഈ മിനിസ്റ്ററിനെതിരായിട്ട് ഇങ്ങനെ പറയും. സോഷ്യൽ മീഡിയ അല്ലേ, ആരെങ്കിലും എന്തെങ്കിലും പറയാൻ കാത്തു നിൽക്കുകയാണ് അതിൽ കയറി പിടിക്കാൻ വേണ്ടിയിട്ട്. ഈ മിനിസ്റ്റർ അത്ര നല്ല കൊച്ചൊന്നും അല്ലാന്ന് തോന്നുന്നു, എന്തൊക്കെയോ ചെറിയ പരിപാടികളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. സോ ഈ കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം ഇയാൾക്കെതിരാവുന്നത്. അപ്പോൾ ഇതിന് മുന്നേക്ക് വന്നത് 3-4 ആൾക്കാർ, അതായത് ഈ ഒരു ശക്തി കയറ്റി വിട്ടതാണ്, ഈവൽ പവർ കൊണ്ട് കയറിപ്പോയ ആൾക്കാരാണ്. ആൻഡ് നമ്മുടെ ഈ മിനിസ്റ്റർ സഹായം തേടുന്ന ആരുടെയെന്ന് വെച്ചാൽ നമ്മുടെ ഈ നിറന്റെ ചേച്ചീൻ്റെ അടുത്തു നിന്നാണ്. ആൻഡ് ചേച്ചി ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓൾസോ ഇവിടുന്ന് കട്ട് ചെയ്ത് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ നിറനെയാണ്. നിറനിങ്ങനെ മെഡിറ്റേഷൻ അങ്ങനെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പൂമ്പാറ്റ ഇങ്ങനെ പറന്നു വന്ന് അവൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. അതിനെ നോക്കിക്കൊണ്ട് നമ്മുടെ നിറനാണെങ്കിൽ അവൻ്റെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നുണ്ട്. ഫ്ലാഷ് ബാക്കിൽ എന്താണെന്ന് വെച്ചാൽ മുത്തശ്ശൻ മരിച്ചതിന് ശേഷം നമ്മുടെ കുഞ്ഞു നിറൻ ഒറ്റയ്ക്കായല്ലോ. അപ്പം നിറനെ എന്തോ ഓർഫനേജിലോട്ട് അങ്ങോട്ട് കൊണ്ടാക്കാൻ വേണ്ടി പോവാണ്. ആ ടൈമിൽ നമ്മുടെ അവിടെ വേറെ 2 പേരെ കാണിക്കുന്നുണ്ട്, വേറൊരു അപ്പൂപ്പനും വേറൊരു ചെക്കൻ കൊച്ചും. അപ്പോൾ ഈ അപ്പൂപ്പൻ ചോദിക്കുന്നുണ്ട്, നിന്റെ മുത്തശ്ശൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, നീ ആരാകും, നിന്റെ ഫ്യൂച്ചറിന്റെ ഡ്യൂട്ടി എന്താന്ന്? അപ്പോൾ നിറം പറയുന്നുണ്ട്, ഇല്ല, എന്നോട് മുത്തശ്ശൻ ഒരു ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ഒരിക്കലും ഒരു വൂ ആവില്ല, ഞാനൊരു വൂ അല്ല എന്ന്. എന്നിട്ട് ഇതും പറഞ്ഞ് സങ്കടത്തോടെ നമ്മുടെ നിറൻ ഓടിപ്പോയി റൂമിൽ കിടക്കുവാണ്. ആ ടൈമിൽ മറ്റേ കൊച്ചാണെങ്കിൽ നിറന്റെ പുറകെ പോകുന്നുണ്ട്. ആൻഡ് ആ കൊച്ച് നിറന്റെ പുറകെ പോയിട്ട് നിറൻ അവിടെ കിടക്കുക. അപ്പോൾ ഈ കൊച്ച് ചോദിക്കുന്നുണ്ട്, നീ ഇന്ന് ഒന്നെങ്കിൽ ഓർഫണേജിൽ പോകും, നിനക്കത് അറിയാമല്ലോ, നീ തന്നെ തീരുമാനിക്കുക നിന്റെ ലൈഫ് എങ്ങനെ വേണമെന്ന്. അതായത് മുന്നോട്ട് ഒരു വൂ അല്ലെങ്കിൽ ഒരു ശക്തിയോടെ ജീവിക്കണോ, അതോ ഓർഫണേജിൽ പോയി ഒരു ഓർഡിനറി മാനായിട്ട് തന്നെ അവിടെ തന്നെ അവരുടെ ഇടയ്ക്ക് ജീവിക്കണോ എന്ന് നീ തീരുമാനിക്കുക. ആൻഡ് ഞങ്ങൾ നിനക്ക് വൈകുന്നേരം വരെ ഞങ്ങൾ നിന്നെ കാത്തു നിൽക്കും, ഒരു വൈകുന്നേരം അല്ല, ഒരു ഉച്ച വരെ. അതിനുശേഷം വന്നാൽ ഞങ്ങൾ പോകും. സോ അപ്പം വന്നിട്ട് നിനക്ക് നിന്റെ തീരുമാനം പറയാമെന്ന് പറയുന്നു. നമ്മൾ നിറൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോവാണെ, ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ നിറം പെട്ടെന്ന് എന്തോ ഒരു സ്വപ്നം കണ്ട് നിറം ഞെട്ടി എഴുന്നേക്കുമ്പോൾ ഉച്ച സമയം. അങ്ങനെ നിറം തീരുമാനിച്ചു ഓർഫണേജിൽ ജീവിക്കാൻ താല്പര്യമില്ല, ഇവരുടെ കൂടെ തന്നെ പോകാമെന്ന്. അങ്ങനെ നമ്മുടെ നിറനാണെങ്കിൽ വേഗം എഴുന്നേറ്റിട്ട് അവൻ നേരത്തെ ഒരു മാലയൊക്കെ ഊരി എറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മാലയൊക്കെ എടുത്ത് കഴുത്തിലിട്ടിട്ട് ഇങ്ങ് ഓടുവാണ്. ആ ടൈമിൽ ഇവര് വണ്ടി പുറപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു, മറ്റേ ചെക്കനും അപ്പൂപ്പനും. ആ നിറനാണെങ്കിൽ എവിടുന്നൊക്കെയോ ചാടി വന്ന് ഇവരുടെ വണ്ടിയുടെ ബാക്കിൽ ഓടുക. എന്തോ ഭാഗ്യത്തിന് ആ ചെക്കൻ കൊച്ച് അവന്റെ വണ്ടിയുടെ കണ്ണാടി കൂടെ ഈ നിറൻ ഓടി വരുന്നത് കണ്ടിട്ട് വണ്ടി നിർത്തി നേരെ നിറന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴാണ് നമ്മളെ കാണിക്കുന്നത് ഈ നിറന്റെ ഒരു ബിഗ് സിസ്റ്റർ ഉണ്ടല്ലോ, ആ ബിഗ് സിസ്റ്റർ ആയിരുന്നു ആ ഒരു ചെക്കൻ കൊച്ചെന്ന് പറയുന്നത്. ആൻഡ് ചെക്കൻ എങ്ങനെ പെണ്ണായി എന്ന് നമുക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. സോ അങ്ങനെ നമ്മുടെ നിറനെ വളർത്തുന്നത് ഈ ചേച്ചിയാണ്. ഇത് ഫ്ലാഷ് ബാക്ക് അവിടെ നിന്ന് എൻഡ് ചെയ്യുവാണ്. അതിനുശേഷം ചേച്ചീനെയാണ് നമ്മളെ കാണിക്കുന്നത്. ചേച്ചിക്ക് ഒരു കോള് വരുവാണ്. സംഭവം നമ്മുടെ നിറനാണ്. നിറം പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, പക്ഷെ എനിക്ക് 100 മില്യൺ തരണം എന്ന് പറയുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞിട്ട് എനിക്കറിയാം നീ ഫ്രീ ആയിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന്, ഡീലാണെന്ന് പറയുന്നു. ഓൾസോ നിറം പറയുന്നു, എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടാവും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ ചേച്ചി ഫ്രണ്ടോ, നിനക്ക് ഇടുന്ന മോനെ ഫ്രണ്ട്, ഇതൊക്കെ എപ്പോൾ? അപ്പം നിറം പറഞ്ഞിട്ട് ഒരു ഡയലോഗൊന്നും വേണ്ട, ഓക്കെ ആണോ ചോദിക്കുമ്പം ഓക്കെ ആണെന്ന് പറയുന്നു. ദെൻ നിറൻ നമ്മുടെ പീച്ചിനെ കാണാനാണ് പോകുന്നത്. ആൻഡ് പീച്ചിനെ കണ്ടിട്ട് നിറൻ പീച്ചിന്റെ വീട്ടിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ പീച്ചിന്റെ കുറേ ഫോട്ടോസ് എല്ലാം കാണുന്നുണ്ട്. സോ ആ ടൈമിൽ നിറം പറയുന്നുണ്ട്, എടാ നിനക്ക് നല്ലൊരു ചൈൽഡ്ഹുഡ് ആണെന്ന് തോന്നല്ലോ ഇതെല്ലാം കണ്ടിട്ട്, നീ പിന്നെ
എങ്ങനെയാണ് ഇങ്ങനൊരു അതായത് ഡെലിവറി ബോയ് ആയി മാറിയെന്ന് ചോദിക്കും പറഞ്ഞു. ചിലപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഡീമൺ കാരണമായിരിക്കും, അങ്ങനെയായിരിക്കും ഈ പണിയെല്ലാം ഒപ്പിച്ചതെന്ന്. അപ്പോൾ നമ്മുടെ നിറം പറയുന്നുണ്ട് ഡീമൺ ഉള്ളിലുള്ളതുകൊണ്ട് ഒരു ഗുണമായല്ലേ, ഇനി എല്ലാം അതിൻ്റെ തലയിൽ കൊണ്ട് വെച്ചാൽ മതിയല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈറ്റ് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നേ ഇപ്പോൾ എന്ന് ചോദിക്കാൻ പറയുന്നുണ്ട്. എൻ്റെ ഡീമനെ പുറത്തിറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറയുന്നുണ്ട്. പുറത്തിറക്കാൻ പറ്റില്ല, നമുക്ക് അതിനെ യൂസ് ചെയ്ത് ഒരു പരിപാടി ഒപ്പിക്കാനുണ്ട്, നിന്റെ ഡീമന്റെ ശക്തി എനിക്ക് ആവശ്യമുണ്ട്, സോ നിനക്കൊരു വർക്ക് ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പീറ്റി ചോദിക്കുന്നുണ്ട് ഓക്കെ എത്രയാണ് എനിക്ക് കിട്ടുകയെന്ന് ചോദിക്കുന്നുണ്ട്, എത്രയാണ് പേ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നിറം പറയാൻ വരുമ്പോൾ നമ്മുടെ പീറ്റി പെട്ടെന്ന് പറയുന്നുണ്ട് നീ എത്ര എനിക്ക് തരുമെന്നല്ല ഞാൻ ചോദിച്ചിരിക്കുന്നത്, നിനക്ക് എത്ര കിട്ടുമെന്ന്. നമ്മുടെ പീറ്റിന് ബുദ്ധിയുണ്ട്. അതായത് 100 മില്യൺ ചോദിച്ചിട്ട് ചിലപ്പം നിറൻ 1 മില്യൺ കൊടുത്ത് പീറ്റിനെ ഒതുക്കി വെക്കും, അത് ശരിയാവൂല, നിനക്ക് എത്ര കിട്ടുന്നു അതിൽ നിന്ന് മേടിക്കാൻ വിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നിറനാണെങ്കിൽ ആ കൂടി ബുദ്ധി വെച്ച് തുടങ്ങി എന്ന രീതിയിൽ നിൽക്കുന്നുണ്ട്. അവിടെ കൊണ്ട് ആ സീൻ കട്ട് ചെയ്യുവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ വൂ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള കുറച്ച് ആൾക്കാരെല്ലാം ഒന്നിച്ചു കൂടിയിരിക്കുന്നതാണ്. അതായത് ഈ ഡീമണെ എങ്ങനെ സീൽ ചെയ്യാന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇവരെല്ലാം ചൈനക്കാരാണ്. നമ്മുടെ ഈ ചേച്ചിയാണെങ്കിൽ ഇവരോട് നിന്ന് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആൻഡ് ഇവരെല്ലാം ഇങ്ങനെ കേട്ട് മനസ്സിലാക്കുന്നുണ്ട്, ഇങ്ങനെയാണ് ആൾക്കാരെ കൺവിൻസ് ചെയ്തിട്ട് ഇങ്ങനെ പറയിപ്പിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിൽ ഒരു അപ്പം പറയുന്നുണ്ട് ഇവരുടെ ഇടയ്ക്ക് ഇരുന്നിട്ട് ഇത് ഭയങ്കര ശക്തിയുള്ളതാ, നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് വരും ഇതിനെപ്പറ്റി സീൽ ചെയ്യാമെന്ന്. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാൾ തിരിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഒന്നും ചെയ്യണ്ട, നമ്മളൊന്നും ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇത് പൊളിറ്റിക്കൽ പർപ്പസിന് വേണ്ടി അവർ പുറത്തിറക്കിയേക്കുന്ന ഡീമണാണ്. അത് അവരുടെ അടുത്ത് അധികാരം വന്നു കഴിയുമ്പോൾ അവർ തന്നെ അതിനെ തിരിച്ചെടുത്ത് വെച്ചോളും, കാരണം അത് അവർക്ക് അപകടമായിരിക്കും. അതുകൊണ്ട് ഇത് നമ്മൾ ഇടപെടാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ ഈ ചേച്ചി ചോദിക്കുന്നുണ്ട് നീ എന്തൊരു മനുഷ്യനാണ്, അപ്പൊ ഈവിൾ ജയിക്കണം എന്നാണോ നീ പറയുന്നത്, നമ്മുടെ പൂർവികർ നമ്മളെ ഇതാണോ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ ഈ ചെക്കൻ പറയുന്നുണ്ട് നമ്മുടെ പൂർവികർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യണം, നേച്ചറിനെയും ഹെവന്റെയും ശക്തികളെ പ്രൊട്ടക്ട് ചെയ്യണം, അല്ലാണ്ട് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കാശിന് വേണ്ടിയിട്ട് വെറുതെ ജോലി ചെയ്യണം എന്നല്ല. അതായത് ഇവർക്കിട്ടൊരു കുത്തും കൂടെയാണ് കൊടുത്തേക്കുന്നത്, കാരണം ഇവർ പൈസ മേടിച്ചിട്ടാണല്ലോ ഈ പരിപാടി എല്ലാം കാണിക്കുന്നത്. സോ എന്നിട്ട് ഇവൻ പറയുവാണ് എനിക്കതുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് യോജിപ്പില്ല, നമ്മളൊന്നും ചെയ്യാണ്ടിരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടെയുള്ള അപ്പാപ്പനും തോന്നുന്നു ശരിയാണ്, അതാണ് നല്ലത് എന്ന്. കാരണം ഇവർക്ക് എല്ലാവരും ഇവർ പൈസ മേടിച്ചിട്ടാണ് ഈ പരിപാടി ഒപ്പിക്കണേന്ന്. അങ്ങനെ ഇവരെല്ലാവരും അവിടുന്ന് പിരിഞ്ഞങ്ങ് പോവാണ്, ഇവരുടെ കൂടെ നിൽക്കുന്നില്ല, നമ്മുടെ നിറന്റെയും ചേച്ചിന്റെയും കൂടെ ഇവരങ്ങ് പോവാണ്. ആ ടൈമിൽ ഈ ചേച്ചി ഇവനോട് ആ എതിർത്ത് പറഞ്ഞ ചെക്കനോട് പറയുന്നുണ്ട് എടാ നീ മറന്നുപോയി നമ്മളെല്ലാം ബ്രദേഴ്സും സിസ്റ്റേഴ്സും ആണ്, നമ്മളെല്ലാം ഒന്നിച്ച് നിൽക്കേണ്ട ആൾക്കാരാണ്, എന്ത് നീ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ ചെക്കൻ പറയുന്നുണ്ട് നിങ്ങളെ കാണാൻ വന്നത് തന്നെ ഞാൻ ആ ഒരു ബന്ധം ഓർത്തിട്ടാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ കാശിന് വേണ്ടി ഞങ്ങളുടെ പേര് കളഞ്ഞു കുടിച്ച് നിങ്ങളെ കാണാൻ പോലും വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെക്കൻ അങ്ങ് ഇറങ്ങിപ്പോവാണ്. ഇവൻ ഇറങ്ങിപ്പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ പീറ്റ് പുറത്താണ് നിന്ന്, ഇവനൊന്നും അറിയില്ല. പീറ്റ് നേരെ അകത്തേക്ക് ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തായി കാര്യങ്ങൾ, നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാം സെറ്റായോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നിറം പറയുന്നുണ്ട് ഫ്രണ്ട്സ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എന്നും പറഞ്ഞ് നിറം ടെസ്റ്റിൽ ഇറങ്ങിപ്പോവാം. നമ്മുടെ ചേച്ചിയാണെങ്കിൽ പുറകെ പോയിട്ട് പറയുന്നുണ്ട് എടാ ഞാൻ അവരെ ഒന്നും കൂടെ കൺവിൻസ് ചെയ്യാൻ നോക്കാമെന്ന്. അപ്പൊ നിറം പറയുന്നുണ്ട് ഇവരുടെ കൂടെ ഒരു പരിപാടിക്ക് ഞാനിനിയില്ല, എനിക്കറിയാം അങ്ങനെ കാര്യങ്ങൾ നടത്തണ്ടേ എന്നും പറഞ്ഞിട്ട് ഇവൻ പോകുന്നുണ്ട്. അപ്പൊ ഇവരുടെ കൂടെ പണ്ട് ഈ ഒരു വൂ കാറ്റഗറിയിൽ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ, അതായത് ഓരോരുത്തർക്കും ഓരോ കടമയായിരിക്കും. അപ്പൊ അവര് ഇതിൽ നിന്ന് പോയ കുറച്ച് ആൾക്കാരുണ്ട്, അതിൽ ഒരാളെ കണ്ടുപിടിക്കാനാണ് ഇവർ പോകുന്നത്. അങ്ങനെ കണ്ടുപിടിക്കാൻ ഇവർ ബാറിലാണ് എത്തുന്നത്. അവിടെയാണെങ്കിൽ ഉണ്ണിയാർച്ച വാൾ വെച്ച് കീഴടങ്ങി ബാത്റൂമിൽ കിടന്ന് ഉറങ്ങുവാണ്. ആൻഡ് ആ തണ്ണി പിടുത്ത മനുഷ്യനെ എവിടെ നിന്നൊക്കെയോ പിടിച്ചെടുത്തോണ്ട് വന്നിരുന്ന് കാര്യം പറയുമ്പോൾ അയാൾക്ക് ആദ്യം താല്പര്യമില്ല, പിന്നെ കുറെ കള്ളൊക്കെ കൊടുത്തങ്ങ് കൺവിൻസ് ചെയ്യുവാണ്. ദെൻ അതിനുശേഷം ഇവർക്ക് വേണ്ടത് ഒരു ഡ്രമ്മറിനെയാണ്. ആൻഡ് അവിടെ ഒരു കൊട്ടുന്ന ഒരു നല്ല വൃത്തിക്ക് കൊട്ടുന്ന ഒരു പെങ്കൊച്ചിനെയും കൂടെ ഇവര് സെറ്റ് ആക്കുന്നുണ്ട്. അതായത് ആ പെണ്ണിനോട് ജോലി പറയാൻ വന്നപ്പോൾ പെണ്ണ് പറഞ്ഞു എനിക്ക് കാശ് കിട്ടിയാൽ മതി, എന്താണെങ്കിലും ഞാൻ വന്ന് കൊട്ടിക്കോളാം എന്ന് പറയുന്നു. അങ്ങനെ അതും സെറ്റായി. അടുത്തത് ഇവർ അന്വേഷിച്ച് പോകുന്നത് ഇവർക്കൊരു പൊത്തക്കപ്പുഴുവിനെ ആവശ്യമുണ്ട്. അങ്ങനെ ഇവരൊരു പഠിപ്പിനെ അന്വേഷിച്ച് പോകുന്നുണ്ട്. ദെൻ ആ പഠിപ്പിനെയും എങ്ങനെയൊക്കെയോ ചേച്ചി പറഞ്ഞ് സെറ്റാക്കി, അങ്ങനെ ഒരാളെ അതായത് കുറച്ച് ഇതിനെപ്പറ്റി അറിവുള്ള ഒരാളെ അങ്ങനെ ആ ചേച്ചി കഷ്ടപ്പെട്ട് പറഞ്ഞ് സെറ്റാക്കി റെഡിയാക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ പീറ്റ് ആണെങ്കിൽ പോയിട്ട് പീറ്റിന്റെ കുറച്ച് ഫ്രണ്ട്സിനെ കൂടെ കുറച്ച് ഹെൽപ്പേഴ്സ് വേണമെന്ന് പറഞ്ഞിട്ട് പീറ്റിന്റെ കുറച്ച് ഫ്രണ്ട്സിനെ കൺവിൻസ് ചെയ്ത് ഇതിനെ സെറ്റാക്കുന്നുണ്ട്. ആൻഡ് പീറ്റ് പറയുന്നുണ്ട് നമുക്ക് പ്രയത്തെ പിടിക്കാൻ പോകാന്നൊക്കെ പറയുമ്പോൾ ഫ്രണ്ട്സ് ചിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും പീറ്റ് വിളിച്ചാലേ എന്ന് ഓർത്തിട്ട് ഇവർ പോകുന്നുണ്ട്. അങ്ങനെ ഇവർ ഇത്രയും പേര് എല്ലാവരും ഒന്നിച്ചുകൂടി ഇരുന്നിട്ട് ഇതിനെപ്പറ്റി പ്ലാൻ ചെയ്യുവാണ്, അതായത് എന്താണ് കാര്യം നടത്താൻ പോകുന്നതെന്ന്. അങ്ങനെ നമ്മുടെ നിറൻ അവിടെ ഇരുന്ന് ഇവരോട് കാര്യം പറയുവാണ്. അതായത് നമുക്ക് ഈ ഒരു ശക്തിനെ സീൽ ചെയ്യണമെങ്കിൽ അതിലും ശക്തിയുള്ള ഒരു സാധനത്തിന്റെ സഹായം ആവശ്യമുണ്ട്. അതുള്ളത് എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ പീച്ചിന്റെ ബോഡിക്കകത്താണ്. അതിനെ നമുക്ക് പുറത്ത് കൊണ്ടുവരണം. അതിപ്പോൾ അവിടെ അകത്ത് ശാന്തമായിട്ടിരിക്കുവാണ്, അതിനെ നമുക്ക് പുറത്ത് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പണി പറയുവാണ്. അത് നീ വൃത്തിക്ക് ഡ്രം കൊട്ടണം, നമ്മൾ ആ റിച്വൽ ചെയ്യാൻ പോവാണെന്ന്. ആൻഡ് ഇതിൽ ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് പീറ്റാണ്. ആൻഡ് പീറ്റിനോട് പറയുന്നുണ്ട് നിന്റെ ഉള്ളിലെ ഡീമനെ പുറത്തിറക്കാൻ പോവാണ്. സോ നീ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ആ ഡീമൺ നിന്നെ അടിമപ്പെടുത്താതിരിക്കാൻ നീ നോക്കുക. അതായത് നിനക്കുമാണ് ആ ഡീമന്റെ മുകളിൽ കൺട്രോൾ, അല്ലാണ്ട് ആ ഡീമൺ അല്ല നിന്നെ കൺട്രോൾ ചെയ്യേണ്ടത് എന്നും പറഞ്ഞിട്ട് ഇവർ റിച്വലിന് റെഡി ആയിട്ട് നിൽക്കുവാണ്. സോ അങ്ങനെ പീറ്റിനെ ആണെങ്കിൽ എല്ലാവരും ആ ഫ്രണ്ട്സ് 4 വഴി ഇങ്ങനെ
കയ്യിലൊരു ഷോളൊക്കെ കെട്ടി ഇങ്ങനെ വലിച്ചു പിടിച്ച് നിർത്തിയേക്കുവാണ്. ആൻഡ് ഇവർ റിച്വൽ തുടങ്ങുവാണ്. റിച്വൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തൊക്കെയോ മന്ത്രം ചൊല്ലുന്നു, എന്തൊക്കെയോ ചെണ്ടയെല്ലാം കൊട്ടിയിട്ട് നമ്മുടെ നിറനാണെങ്കിൽ അവൻ്റെ കയ്യിലുള്ള 7 കണ്ണാടിയാണെന്ന് തോന്നുന്നു, അല്ല 7 6 കണ്ണാടിയാണെന്ന് തോന്നുന്നു, ആ 6 കണ്ണാടി നിലത്തിട്ട് പൊട്ടിക്കും. അപ്പോൾ ഓരോ കണ്ണാടി പൊട്ടുന്ന അനുസരിച്ച് നമ്മുടെ പീറ്റിൻ്റെ ഉള്ളിലെ ഡീമൺ ഇങ്ങനെ ഉണർന്നുകൊണ്ടിരിക്കുകയാണ് സൗണ്ട് കേൾക്കുമ്പോൾ. ആൻഡ് 6 ആണോ 7 എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ആ ഒരു കണ്ണാടിയും കൂടെ പൊട്ടിച്ച് കഴിയുമ്പോൾ 6 6 ഇയേർഡ് ഡീമൺ അല്ലേ. സോ അതും കൂടെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പീറ്റ് ഫുള്ളായി ആ ഒരു ഡീമണായി മാറുവാണ്. ആൻഡ് ഇവൻ നേരെ അത്രയും നേരം കൺട്രോൾ ഉണ്ടായിരുന്നു, ഇവൻ പെട്ടെന്ന് കൺട്രോൾ തെറ്റി നമ്മുടെ നിറന്റെ മുമ്പിലേക്ക് ചാടി അങ്ങ് നിൽക്കുവാണ്. സംഭവം ഒരു കുരങ്ങനാണ് കേട്ടോ, ഓടി വന്ന് ചാടി നിൽക്കുവാണ്. ആ ടൈമിൽ നമ്മുടെ നിറം ചോദിക്കുന്നുണ്ട്, പീറ്റ് കൺട്രോൾ ചെയ്യും നിന്നെ, നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എവിടെ കേൾക്കാൻ, അത് ഡീമണാണ്, ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്തേക്കുവാണ്. ആൻഡ് അങ്ങനെ നിൽക്കുന്ന നമ്മുടെ നിറനെയും പീറ്റിനെയും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവിടെ എൻഡ് ചെയ്യുവാണ്. സോ അടുത്ത എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷൻ ഉടനെ തന്നെ ഉണ്ടാവും. ഓൾസോ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല കാക്കയുടെ ശല്യം ഉണ്ടായിരുന്നു. അവസാനവും ഇല്ല ആദ്യവും ഇല്ല, ഒരു നടുഭാഗത്തായിട്ടായിരുന്നു കാക്കയുടെ ശല്യം. എനിക്കതിനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. പുറത്തിറങ്ങി ഓടിക്കാൻ നോക്കുമ്പോൾ അത് വലിയ മരത്തിന് മണ്ടയിലാണ് കയറിയിരിക്കുന്നത്. സോ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, അതുകൊണ്ട് അതൊന്ന് ക്ഷമിക്കുക. എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.